നമസ്കാരം, മിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. ഇതേപോലത്തെ കളറ് മങ്ങി കറയൊക്കെ പിടിച്ചു പോയിട്ടുള്ള അരിപ്പയുണ്ടെങ്കിൽ എടുത്തോ കേട്ടോ. നമുക്ക് നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കാം, നല്ല പുത്തനാക്കിയിട്ട് എടുക്കാം. ഈ അരിപ്പ മാത്രമല്ല കേട്ടോ, ഇതേപോലത്തെ നമ്മുടെ ചായയും കാപ്പിയൊക്കെ എടുക്കുന്ന കപ്പുണ്ടല്ലോ വീട്ടിലെ, സ്റ്റീലിൻ്റെ കപ്പ്, അതിൻ്റെ ഉൾഭാഗമൊക്കെ ഇതേപോലെ അഴുക്ക് പിടിച്ചല്ലെങ്കിൽ കറ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. അതായത് ഒരു വെടിക്ക് 2 പക്ഷി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ കപ്പിലോട്ട് ഞാൻ 1/4 കപ്പ് പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടതുണ്ടല്ലോ, ഈ ഒരു സൂത്രമാണ്. ഇതാണ് ക്ലോറക്സ്. നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, വലിയ വിലയൊന്നും കൊടുക്കേണ്ട. എല്ലാ കടകളിലും തന്നെ മിക്കവാറും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ലഭ്യമാകുന്ന ഒരു സംഭവമാണിത് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1.5 അല്ലെങ്കിൽ 2 സ്പൂൺ ആ ഒരു കണക്കിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം അരിപ്പ എടുക്കാം. അരിപ്പ എടുത്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ ആ വെള്ളം എടുക്കുമ്പം അരിപ്പയുടെ ആ അരിപ്പ മുങ്ങി നിൽക്കുന്ന മാതിരി, അതായത് ഈ ഒരു അളവിൽ വേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ വെച്ച് കഴിയുമ്പോൾ തന്നെ ആ അരിപ്പയിലെ ആ ഒരു കറയെല്ലാം പോകും. അതോടൊപ്പം തന്നെ കപ്പിലെയും ആ കറകളെല്ലാം പോയിട്ട് നല്ല പുത്തനാക്കിയിട്ട് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. നമ്മളിപ്പോൾ ഉരച്ച് കഴുകുകയോ തേച്ചൊഴുകുകയോ ഒന്നും വേണ്ട, ചുമ്മാ ഇങ്ങനെ ഒന്ന് മുക്കി വെച്ചാൽ മാത്രം മതിയേ. 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എടുത്ത് നോക്കിയപ്പം ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയില്ലേ നോക്കിയേ. നമ്മൾ അതിലൊന്ന് ടച്ച് പോലും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് മുക്കി വെച്ചത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ക്ലോറക്സിൽ നമ്മളിങ്ങനെ മുക്കി വെച്ചപ്പോൾ തന്നെ ആ ഒരു വൈറ്റ് പോർഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടി. ഇനി നമുക്ക് കപ്പിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ കപ്പിലെ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഇതുണ്ട് കപ്പിൻ്റെ ഉൾഭാഗം നോക്കിക്കേ. നമ്മൾ എന്താ പറയുക, സോപ്പോ ഡിഷ് വാഷോ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, ചുമ്മാ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് വെച്ചത് മാത്രമേ ഉള്ളൂ. നല്ലതുപോലെ ആ കറയെല്ലാം പോയത് കണ്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഒരു കെമിക്കൽ ആയതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ അഴുക്കും കറയൊക്കെ പിടിച്ച പഴകിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല പുത്തനാക്കി എടുക്കാവേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ക്ലോറക്സ് ചേർത്ത ആ ഒരു വെള്ളം ഞാൻ ഇതുപോലൊരു ചീനിച്ചട്ടിയിലോട്ട് കൂടിയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. കാരണം എനിക്കിത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളതായിരുന്നു. അപ്പം വെറുതെ ആ വെള്ളം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 2. ഞാനിവിടെ ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പം നോൺ സ്റ്റിക്ക് ഒക്കെ വന്നതോടുകൂടി ഇതൊക്കെ ഒരു മൂലയിലേക്ക് എല്ലാവരും മാറ്റി വെച്ചിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം പിന്നീട് എടുത്ത് നമ്മൾ ദോശ ഉണ്ടാക്കിയാലത്തെ സ്ഥിതി കാണണോ? ഇതായത് കണ്ടോ, ഇതായിരിക്കും അവസ്ഥ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഇത് പിന്നെ അങ്ങ് ഒട്ടിപ്പിടിക്കും. കല്ലിൽ ഒട്ടിപ്പിടിച്ച് നമുക്ക് ദോശ കറക്റ്റായിട്ട് പറഞ്ഞു കിട്ടത്തേ ഇല്ല. നോക്കിയേ ഇതിൻ്റെ സ്ഥിതി ഉണ്ടോ, നമുക്ക് ഒട്ടും തന്നെ ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടേ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ദോശക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോ, നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ എന്താ പറയുക ക്ലീൻ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് വേണ്ടത് വേറെ ഒന്നുമല്ല, ദോശക്കല്ല് എടുക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി വിതറി കൊടുക്കുക. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് പൊടി ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കണം. എന്നിട്ടത് ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. അതിനുശേഷം ഒരു നാരങ്ങ എടുത്തു, എന്നിട്ട് അതിൻ്റെ ഒരു മുറി ഇതേപോലെ ഒരു ഫോർക്കിലോട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ഉരച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ. ഉപ്പുപൊടി വെച്ചിട്ട് ഉപ്പുപൊടിയും നാരങ്ങായും കൂടെ ചേരുമ്പോഴത്തേനും ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക്, അതായത് ഈ തുരുമ്പിൻ്റെ ഒക്കെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരങ്ങയും ഉപ്പുപൊടിയും കൂടി ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ദോശക്കല്ല് ഇപ്പം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്, അതുകൊണ്ട് കൈ പൊള്ളാതെ തന്നെ നോക്കണം. ഇങ്ങനെ നന്നായിട്ട് ഉരച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയും കൂടെ നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഞാനത് കഴുകിയെടുത്ത് ഉണക്കി കൊണ്ടുവന്നതാണ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചെയ്യാൻ പോകുന്നത്, ഓയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സാധാരണ നമ്മൾ എങ്ങനെയാണോ ദോശ ചുടുന്നത് അതേപോലെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാറ്റം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമുക്ക് ഈസി ആയിട്ട് മറിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കണ്ടോ. ഒട്ടിപ്പിടിക്കത്തേ ഇല്ല, അടിപൊളിയല്ലേ എന്ന് നോക്കിക്കേ. ഒരു തുള്ളി പോലും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നോൺ സ്റ്റിക്ക് പോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പം നേരത്തെ ഞാൻ ദോശ ചുട്ട് കാണിച്ചതായിരുന്നല്ലോ, ഒട്ടും തന്നെ നമുക്ക് മറിച്ചിടാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഈ രീതിക്ക് ഒട്ടിപ്പിടിക്കുന്ന ദോശക്കല്ല് അല്ലെങ്കിൽ ഉപയോഗിക്കാതൊക്കെ വെച്ചിരിക്കുന്ന ദോശക്കല്ലുണ്ടെങ്കിൽ എടുത്തിട്ട് ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് നമ്പർ 3.
ചക്ക കഴിച്ചിട്ട് വെള്ളം കുടിക്കരുത്, കിട്ടും 8ൻ്റെ പണി. വലിപ്പത്തിൽ മാത്രമല്ല പോഷക ഗുണങ്ങളിലും ഏറെ മുന്നിലാണ് ചക്ക. ചക്കപ്പുഴുക്ക്, ചക്കയട, ചക്ക ഉപ്പേരി, ചക്ക പായസം, ചക്ക വരട്ടി, ഹൽവ, അങ്ങനെ പട്ടിക നീളും ചക്കയുടെ. ഇനി കുഴച്ചക്ക, വരിച്ചക്ക, തേൻ വരിക്ക എന്നിങ്ങനെ പല വെറൈറ്റിയിലുള്ള ചക്കപ്പഴവും ഇന്ന് ലഭ്യമാണ്. എന്നാൽ ഇത്രയും ഗുണമുള്ള ചക്ക കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാട്ടോ. ചക്ക കഴിച്ചതിന് പിന്നാലെ വെള്ളം കുടിക്കരുത്. പാകം ചെയ്യാത്ത പച്ച ചക്ക കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുന്നത് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമാകും. ചക്കയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ വെട്ടുന്ന സമയം മുതൽ അത് നമ്മൾ വേവിച്ചെടുക്കുന്നോടം വരെ പച്ചച്ചക്ക പലരും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ചിലരിൽ വയറ്റിളക്കം ഉണ്ടാകാനായിട്ടൊക്കെ ഇതിന് സാധ്യതയുണ്ട്. അതിനാൽ പച്ചച്ചക്ക കഴിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാവുള്ളൂ. അതുപോലെ തന്നെ പാലും കുടിക്കാൻ പാടില്ല. ചക്ക കഴിക്കുമ്പോൾ അതിനൊപ്പം പാല് കുടിക്കാൻ പാടില്ല എന്നത് ദഹന പ്രശ്നത്തിന് കാരണമാകും എന്നതാണ് പറയുന്നത്. ഇനി പച്ചച്ചക്ക കഴിച്ചിട്ട് ദഹന പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ചക്കപ്പഴമൊക്കെ കഴിച്ചിട്ട് ദഹന പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് 2 ഉപ്പുകല്ല് വായിലിടുന്നത് വളരെ നന്നായിരിക്കും. പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. ടിപ്പ് നമ്പർ 4, ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറ് എടുക്കുക. എന്നിട്ട് അതിലോട്ടൊരു 3-4 വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. തൊലിയൊന്നും പൊളിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ നാരങ്ങയുടെ ഒരു നാരങ്ങയുടെ മുഴുവൻ തൊലിയാണ് കേട്ടോ ഇത്. നാരങ്ങ വെള്ളം പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതിൻ്റെ ആ ഒരു തൊലിയാണേ. നിങ്ങൾക്ക് നല്ല നാരങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ ഇപ്പോൾ ഇതുണ്ടായിരുന്നുകൊണ്ട് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ അരച്ചെടുത്ത് ഇതിലേക്ക് നമുക്കിനി 1 ഗ്ലാസ് വെള്ളം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ അരിച്ച് എടുക്കുക. സ്പ്രേ ബോട്ടിലിലേക്ക് ആക്കി സ്പ്രേ ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ അരിച്ച് എടുക്കുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് എന്ന് പറയട്ടോ. നമ്മുടെ വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ അടുക്കളയിൽ ഒക്കെ പല്ലിയുടെ ശല്യമുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിലുണ്ടല്ലോ, ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പല്ലിയൊക്കെ കുലത്തോടു കൂടി തന്നെ നശിച്ചു പോകുവാനായിട്ട് ഇടയായിത്തീരും. ഇതിലേക്ക് ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി ഏതാണ് അത് കൂട്ടുകൂടെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് അലിയിപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിത് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. സാധാരണ പല്ലി ഇങ്ങനെ പെരുകുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം, മെയിനായിട്ട് ഭക്ഷണം, അതുപോലെ തന്നെ സുരക്ഷിതമായൊരു വാസസ്ഥലം, ഇവ തേടിയാണ് പല്ലികൾ വീടിനുള്ളിൽ എത്തുന്നത്. അപ്പോൾ പിന്നെ തുറന്നിരിക്കുന്ന ഭക്ഷണങ്ങളിലോ അല്ലെങ്കിൽ ഭക്ഷണ അവശിഷ്ടങ്ങളിലോ ഒക്കെ അത് കയറി ഇരിക്കും. അപ്പം പല്ലിയെ തുരത്താനായിട്ട് നമ്മൾ വീട്ടമ്മമാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ പല്ലിയൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കെമിക്കലുകളുടെ പുറകെ ഒന്നും പോകാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിന്ന് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പല്ലി വരുന്ന വഴികളിൽ അല്ലെങ്കിൽ പല്ലിയെ കാണുമ്പോഴൊക്കെ ഇത് അതിൻ്റെ ദേഹത്ത് വീണിട്ടുണ്ടെങ്കിൽ അത് നശിച്ചു പോകുവാനായിട്ട് ഇടയായിത്തീരും. അപ്പം ഈ ഒരു രീതിക്ക് കെമിക്കൽ ഫ്രീ ആയിട്ട് നിങ്ങൾ പല്ലിയെ ഒന്ന് തുരത്തി നോക്കുക കേട്ടോ. ടിപ്പ് നമ്പർ 5, ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് നമുക്ക് പൂർണ്ണമായിട്ടൊക്കെ പിടിക്കേണ്ട, ഇതേപോലെ നിർത്തിയാൽ മതി. അതിനുശേഷം ക്യാപ്പിൽ ഒരു ഹോളും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ നമ്മുടെ കിച്ചണിലെ സവാള തൊലിയൊക്കെ ഉണ്ടല്ലോ, വേസ്റ്റ് വരുന്ന സവാള തൊലി, അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലി, അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ എടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ചകിരിച്ചോറുണ്ടെങ്കിൽ ചകിരിച്ചോറും കൂടി എടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിലേക്ക് നമുക്കിതൊന്ന് നിറച്ച് കൊടുക്കണം. അപ്പം കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ വേസ്റ്റ് എല്ലാം കൂടെ ചകിരിച്ചോറും ഒക്കെ കൂടെ കൂട്ടിയിട്ട് ഇതിനകത്തൊന്ന് നിറച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ ലാസ്റ്റ് മേളിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം. നമ്മുടെ കറിവേപ്പ് തഴച്ച് വളരാനായിട്ടുള്ള നല്ലൊരു വളമാണ് നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ കറിവേപ്പിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ഭാഗം ഒന്നിങ്ങനെ ഒന്ന് കുഴിച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് മണ്ണൊന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. മറിഞ്ഞു പോകരുത്. മണ്ണിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഉറപ്പിച്ചിട്ടൊന്ന് നിർത്തണം കേട്ടോ.
അപ്പോൾ ഇതുപോലെ നിർത്തിയതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ, അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമോ പഴയ ചോറോ ഒക്കെ ഉണ്ടെങ്കിൽ, ഒരുപാടൊന്നും വേണ്ട, ഈ കുപ്പിയിൽ നമ്മൾ ഒഴിക്കുന്ന ആ ഒരു അളവിന് മാത്രം ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നനയ്ക്കുന്ന സമയത്ത് അല്പം വെള്ളമൊക്കെ ഇതിലേക്കും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എപ്പോഴും നല്ലൊരു വളം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കറിവേപ്പ് നന്നായിട്ട് തന്നെ തഴച്ചു വളരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ഇതുകൊണ്ടോ ഈ കറിവേപ്പിൻ്റെ ഇലയൊക്കെ കൊണ്ടോ നല്ല അടിപൊളിയായിട്ടല്ലേ നിൽക്കുന്നത് നോക്കിയേ. അപ്പം ഞാനും മിക്കവാറും തന്നെ എൻ്റെ ഈ കറിവേപ്പിനൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാറുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടിപ്പ് നമ്പർ 6, ഇതേപോലെ നല്ല കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. അതിനുശേഷം ഒരു കമ്പി പഴിപ്പിച്ചിട്ട് നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 ലെയറായിട്ട് ഇതുപോലെ നേരെ വേണം ഹോൾസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ 2 ലെയറിൻ്റെയും നടുഭാഗത്തായിട്ട് ഇതേപോലൊരു ഹോള് ഇട്ട് കൊടുക്കുക. ഒരു കുപ്പിയുടെ ഇതുകൊണ്ട് കഴുത്ത് ഭാഗം ഇതുപോലൊന്ന് ഇറക്കി വെക്കത്തക്ക രീതിക്ക് നമുക്കിതുപോലൊന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഇതുണ്ടോ, ഇത്രയും ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇനി വേണ്ടത് ഈർക്കിളിയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ഈർക്കിളി എടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു ഹോളിൽ നിന്നും മറ്റേ ഹോളിലേക്ക് ഇതേപോലെ ഒന്ന് കടത്തി വെച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാ ഈർക്കിളിയും ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ലാസ്റ്റ് കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പൈപ്പ് കുഴൽ എടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു PVC പൈപ്പിൻ്റെ ഒരു ചെറിയൊരു കുഴലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ ഒന്ന് കടത്തി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്കിത് ടൈറ്റ് ലൂസ് ആണെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ടൊന്ന് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഈർക്കിളി എല്ലാം കൂടെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ഈ ഒരു ഭാഗത്തും സെല്ലോ ടേപ്പ് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തൊന്ന് ചുറ്റി കൊടുക്കുക. ഈ മുകൾ ഭാഗത്തെ ഈർക്കിളി എല്ലാം കൂടി നമുക്കൊന്ന് മുറിച്ച് മാറ്റിയിട്ട് അവിടെയും ഇതുപോലെ സെല്ലോ ടേപ്പ് ചുറ്റിയെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്താണ് സംഭവം മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. നടുവേദനയൊക്കെ ഉള്ളവർക്ക്, അതായത് പ്രായമായ നമ്മുടെ അമ്മമാർക്കൊക്കെ ഇതുപോലെ നടുവ് കുനിക്കാതെ നിന്ന് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, നോക്കിയാൽ ഈസി അല്ലേ? നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് തന്നെ ആ കരിയിലെല്ലാം നമുക്ക് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. നടുവേദന ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പ്രായമായ അമ്മമാരൊക്കെ ഉള്ളവർ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ.